ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പൗഡർ ഐറ്റംസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക്. പിന്നെ കൂടാതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മിൽക്ക് പൗഡർ 1 ടേബിൾ സ്പൂൺ ഇടുക, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക, അതായത് സോഡ പൗഡർ. പിന്നെ ഞാൻ വാനിലയുടെ പൗഡർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നു, ഒരു 1/2 ടീസ്പൂൺ ഇടുന്നു. വാനില എസൻസ് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിനെ ഞാൻ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇപ്പം ഞാനിവിടെ ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ള ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ വിസ്കിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല, അതുപോലെ തന്നെ ഈ മുട്ട എടുക്കുന്ന ബൗളിലും പാടില്ല, എന്നാൽ പെട്ടെന്ന് ബീറ്റായി വരില്ല. പിന്നെ ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ ആദ്യം, എന്നിട്ട് കുറേശ്ശെ അതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ബീറ്റായ ശേഷം കുറേശ്ശെ ഈ പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് ബീറ്റ് ചെയ്യണം. മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ ഫോമായി വന്നിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഇരിക്കട്ടെ, ഇനി ബാക്കി നമുക്ക് റെഡിയാക്കാം. ഇനി ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുകയാണ്. ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്യാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബീറ്റ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ പാലൊഴിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഞാനൊരു 1/4 കപ്പ് പാലാണ് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ച് ഈ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ. ഞാനത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി എനിക്ക് ഒരു 1/4 കപ്പ് പാലും പിന്നെ ഒരു 2 സ്പൂണും കൂടി വേണ്ടി വന്നു. ഈ ഒരു ടെക്സ്ചർ കിട്ടുന്നത് വരെ നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ ബാറ്റർ മിക്സായി വന്നിട്ടുണ്ട്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് 2 തവണ ടാപ്പ് ചെയ്യണം, കാരണം ഇതിനകത്തുള്ള എയർ ബബിൾസൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്.
ഞാൻ ഈ കേക്ക് ടിൻ ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. ഈ പാത്രം ഞാനൊരു 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനകത്തൊരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ബാറ്റർ ഇതിനകത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇത് അടച്ചിട്ട് വേവിക്കണം. ഇത് ഡയറക്റ്റ് ഈ ബാറ്റർ ഇരിക്കുന്ന പാത്രത്തിൽ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ ഇനി നമുക്ക് അടച്ചിട്ടിട്ട് വേവിക്കാം. ഒരു 30-40 മിനിറ്റ് ഇത് വേവിക്കണം. ഇനി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഈ കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കേക്കിൻ്റെ ഉള്ളിലെ ലെയറിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോൾ നന്നായി മിക്സ് ആവും. ആയി കഴിയുമ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓഫാക്കാം. നമുക്കിനി വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും വിസ്കും നമ്മൾ കുറച്ച് നേരം മുന്നേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ. ഇത് ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങണം. കുറേശ്ശെ എൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കണം. ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട്. അതറിയണമെങ്കിൽ നമ്മൾ ഈ പാത്രം ഒന്ന് കമഴ്ത്തി നോക്കണം. കമഴ്ത്തി നോക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് പോയില്ല എങ്കിൽ ഇത് കറക്റ്റാണ്. ഇതിൻ്റെ സ്റ്റിഫ്നെസ് കറക്റ്റാണ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇവിടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോഴേക്കും കേക്ക് കുറച്ചുകൂടി സോഫ്റ്റായി വരും. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കേക്കിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ കേക്കിൻ്റെ ബേസ് ഭാഗമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്ലാറ്റ് സർഫസിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും.
ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിനെ നമ്മൾ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ യഥാസമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. താങ്ക്